ഹലോ മക്കളുമാരെ, മക്കളുമാർ വന്നിട്ടുണ്ടേ. അപ്പം ഞാനും മക്കളുമാർ രണ്ടുപേരും കൂടെ എവിടെ പോകണമെന്നറിയാമോ? പപ്പ വരുന്നില്ലെന്ന് പറഞ്ഞ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ പൂവാറ് പോവാണ്. കണ്ടോ, ഞങ്ങൾ പൂവാറെത്തി ബോട്ടിങ്ങിന് പോവാണ്. പൂവാർ ബോട്ടിങ്ങിനെന്ന് പറയുന്നത് 2 പേർക്ക് 1.5 മണിക്കൂർ സമയമാണെങ്കിൽ 3500 രൂപയും 1 മണിക്കൂറാണെങ്കിൽ 2500 രൂപയാണ് 2 പേർക്കാണ്. പിന്നെ ഓരോരുത്തരും അഡീഷണലായിട്ട് കയറുമ്പോഴത്തേനും 500 രൂപ വെച്ച് അങ്ങനെയാണ്. അപ്പം നമ്മളതിൽ 1.5 മണിക്കൂറുള്ളതാണ് സെലക്ട് ചെയ്തത്. അപ്പം 4000 രൂപ നമുക്ക് അടയ്ക്കേണ്ടി വന്നു. അടിപൊളിയാണ് കേട്ടോ. ഇത് നെയ്യാറാണ്. നെയ്യാറിലൂടെ ഉള്ള ആ യാത്രയെന്ന് പറയുന്ന അടിപൊളി യാത്രയാണ്. അത് പറയാതിരിക്കാൻ വയ്യ. നല്ല അതിമനോഹരമായ കാഴ്ചകളാണ് നമ്മൾ അതിലൂടെ പോകുമ്പോൾ കാണാനായിട്ട് പറ്റുന്നത്. ഒരുപാട് ബോട്ടുകളുണ്ട്, പല പല റിസോർട്ടുകളാണ് അവിടെ. അവിടെ നിറച്ച് റിസോർട്ടുകളാണ്. ആ കാണുന്നത് പൂവാർ പാലമാണ്. പൊഴിയൂരോട്ട് പോകുന്ന ആ പാലമാണത്. കണ്ടോ, 2 സൈഡിലുള്ള അത് നോക്കിക്കേ, അടിപൊളി ഭംഗിയാണ് കാണാനായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇതിൽ പോകുന്നത്. നമ്മൾ കണ്ടൽക്കാടുകളുടെ അകത്തോട്ട് കയറാൻ പോവാണ്. അതിമനോഹരമാണ്. അതിനകത്തോടുള്ള യാത്രയെന്ന് പറയുന്നത് അതിമനോഹരമാണ്. 2 സൈഡിലും കണ്ടൽക്കാടുകളാണ്. അതിനിടയിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ അതിൻ്റെ ഇടയിലൂടെ പോകുമ്പോഴത്തേന് ഒരുപാട് പക്ഷികളെ കാണാനായിട്ട് പക്ഷികൾ പല പല രീതിയിലുള്ള പക്ഷികളെയൊക്കെ കാണാനായിട്ട് പറ്റും. കണ്ടോ, കണ്ടൽക്കാടുകളിങ്ങനെ ചരിഞ്ഞിങ്ങനെ കിടക്കുകയാണ്. അതിൻ്റെ ഇടയിലൂടെയാണ് നമ്മൾ പോകുന്നത്. എന്നാ ഭംഗിയാണെന്നറിയാമോ? കണ്ടോ, ആ വേരുകൾ കണ്ടോ പിടിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ വേരുകൾ പിടിച്ചിരിക്കുന്ന കാരണം അങ്ങോട്ട് വെള്ളം അത് തന്നെ അവിടെ മണ്ണ് പിടിച്ചു നിൽക്കും. കണ്ടൽക്കാടുകൾ അടിപൊളിയാണ്. ഒരുപാട് റിസോർട്ടുകളുണ്ട് അവിടെ. ഇതാണ് ഇളയാളൻ്റെ. മൂത്തയാളുമുണ്ട്. കണ്ടോ, ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട്. പക്ഷേ നമ്മളാ കയറിയ അതിലുള്ള ആ ലൈഫ് ജാക്കറ്റ് എന്ന് പറയുന്നത് അത്ര നല്ലതായിരുന്നില്ല. എന്നാലും നമ്മൾ കെട്ടിയൊക്കെ വെച്ച് പോയി. പക്ഷേ അത് നമുക്ക് അത്യാവശ്യമാണ്. ആ ലൈഫ് ജാക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും നമ്മൾ കണ്ട അങ്ങോട്ട് നോക്കിക്കേ, എന്നാ ഭംഗിയാണെന്ന് നോക്കിക്കേ. ഇതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ കരിക്കുകളൊക്കെ കൊണ്ടുവരും. അപ്പം അവിടെ പിന്നെ സൈഡിലോട്ട് ബോട്ടുകൾ നിർത്തിയിട്ട് ആവശ്യമുള്ളവർ കരിക്ക് കുടിച്ച്. ഇത് കൂടുതൽ ഈ ഫോറിനേഴ്സിനൊക്കെ വേണ്ടിയാണ് ഇങ്ങനെയുള്ള സംരംഭം. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അത് കാണാനായിട്ടും അതിലൂടെ യാത്ര ചെയ്യാനായിട്ടും. അടിപൊളിയായിട്ടുള്ള ഒരു യാത്രയായിരിക്കും അത്. ബാക്ക് വാട്ടർ ഉണ്ടോ, ബോട്ടിങ് ഇൻ ബാക്ക് വാട്ടർ അടിപൊളി എക്സ്പീരിയൻസാണ്. പിന്നെ ഞങ്ങൾ ആ ബോട്ട് ഓടിക്കുന്ന അയാളോട് പറഞ്ഞ് ഞങ്ങളുടെ ഒരു വീഡിയോ എടുത്ത് തരാം. പുള്ളി എടുത്തിരിക്കുന്ന ആ വീഡിയോ ആണ് അതിനകത്തിരുന്നാണ്. അപ്പം നല്ല വ്യൂ കിട്ടി. ലൈഫിൽ ഒരിക്കലെങ്കിലും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണത്. അതിമനോഹരമായ ഒരു യാത്രയാണത്. അതേ നേരെ അങ്ങ് പോവാണ്. കുറേ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് കടലാണ്. അങ്ങേ അപ്പുറേ സൈഡെന്ന് പറയുന്നത് ഒരു വാല് പോലെ കാണുന്നില്ലേ, അതിൻ്റെ അപ്പുറേ സൈഡെന്ന് പറയുന്ന അറബിക്കടലാണ്. ഇപ്പറേ സൈഡെന്ന് പറയുന്നത് ഈ ആറിൻ്റെ ഇപ്പറേ സൈഡെന്ന് പറയുന്നത് പൂവാറാണ്. ആറിൻ്റെ അപ്പറേ സൈഡെന്ന് പറയുന്നത് പൊഴിയൂരാണ്. കണ്ടോ, ഫ്ലോട്ടിംഗ് ബോട്ടുകളാണ്. ഫ്ലോട്ടിംഗ് പിന്നെ ഇതാണ് ഫ്ലോട്ടിംഗ് ബിൽഡിങ്ങുകളാണ് അതിനകത്തുള്ള റെസ്റ്റോറൻറ്റുകളാണ് ആ കാണുന്നത്. അവിടെ അങ്ങനെ കുറേ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റുകൾ ഉണ്ട്. അപ്പം നമുക്ക് അതിൽ കയറണമെന്നുണ്ടെങ്കിൽ ബോട്ട് അങ്ങോട്ട് അടുപ്പിക്കും. അവിടെ നമുക്ക് ആവശ്യമുള്ളത് കയറി കഴിക്കാം. കണ്ടോ, ഇതെല്ലാം ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റുകളാണ് ഇടത് സൈഡിൽ കാണുന്നത്. അത്രയും റൈറ്റ് സൈഡിൽ കാണുന്നത് ബീച്ചാണ്. കണ്ടോ, ആ ബീച്ചിൻ്റെ അപ്പറേ സൈഡ് കാണുന്നതെന്ന് പറയുന്ന അറബിക്കടലാണ്.
ആഴിയും പൊഴിയും സംഗമിക്കുന്ന സ്ഥലമാണിവിടെ. കണ്ടോ? ആഴി എന്ന് പറയുന്ന കടലും പൊഴി എന്ന് പറയുന്നത് കായലും, ആഴിയും പൊഴിയും സംഗമിക്കുന്ന സ്ഥലമാണ്. ഇതാണ് ആ ബീച്ച്. അതിമനോഹരമായ കാഴ്ചയാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പുറേ സൈഡെന്ന് പറയുന്നത് ഇത് പൊഴിയൂരിൻ്റെ ആ ഭാഗമാണ്. അവിടെ തമിഴും മലയാളവും കൂടെ ചേർന്ന സംസാരം ആണ്. അവിടെ നമുക്ക് കാണാനായിട്ട് വരിക. ഇതാണ് ആഴിയും പൊഴിയും സംഗമിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. ആ കാണുന്നതാണ്. കടലിൽ നിന്ന് തിര കയറിയിട്ട് ഇവിടെ ഉണ്ട്, ഇതിവിടെയാണ്. അവിടെ മണൽത്തിട്ടയാവും. തിട്ടയായതിനു ശേഷം അപ്പം അതിനെ പണ്ട് കാലങ്ങളിൽ അതിനെ ആൾക്കാരായിട്ട് മുറിക്കുകയായിരുന്നു. ഇപ്പോഴും JCB ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിൻ്റെ JCB ആണ് അവിടെ നേരത്തെ കിടക്കുന്നത് കണ്ടത്. അല്ല, അത്രയും ഭാഗത്ത് കടലും കായലും കൂടെ സംഗമിക്കുന്നത്. അപ്പോൾ അവിടെ ഇങ്ങനെ തിട്ട കെട്ടുമ്പോഴത്തേന് എന്നാ പറഞ്ഞാൽ അവിടെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ തിരയെ മുറിച്ച് വിടണം. ആ മണൽത്തിട്ടയെ മുറിച്ച് വിടാൻ ഇപ്പോൾ മണൽത്തിട്ടയെ മുറിച്ചിടാനായിട്ട് JCB ആണ് ഉപയോഗിക്കുന്നത്. ആ JCB ആണ് അവിടെ കിടക്കുന്നത്. എലിഫന്റ് റോക്ക് എന്നാണ് അതിൻ്റെ പറയുന്നത്. അത് നാച്ചുറലി അവിടെ ഫോം ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതെന്ന് പറയുന്ന ഫ്ലോട്ടിംഗ് വില്ലാസാണ്. അടിപൊളിയാണ്. നമ്മൾ ബോട്ടിൽ പുള്ളിയോട് ചോദിച്ചപ്പോഴത്തേന് പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ 6000-7000 ഒക്കെ രൂപയാണ് ഒരു ദിവസത്തേനെന്നാണ് പറഞ്ഞത്. ഭയങ്കര ഭംഗിയാണത് കാണാനായിട്ട്. അടിപൊളിയായിട്ടുള്ള ഒരു യാത്രയായിരുന്നത്. പിന്നെ കുറച്ച് അങ്ങ് പോയപ്പോഴത്തേന് പിന്നെ പൊഴിയൂർ പള്ളിയാണ്. പൊഴിയൂർ പള്ളിയുടെ ഒരു സ്റ്റാച്ചു, മാതാവിൻ്റെ മടിയിൽ ഈശോയെ കിടത്തിയിരിക്കുന്ന ഒരു സ്റ്റാച്ചു. അവിടെ ചെന്നിട്ടാണ് നമ്മൾ പിന്നെ തിരിഞ്ഞു വരുന്നത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കണ്ട, ഞങ്ങൾ നേരത്തെ ഇവിടെ ആ ചാപ്പലിൽ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ബോട്ടിങ് കുറേ നാളുകൊണ്ടേ മക്കളുമാർ പറയുന്നുണ്ട് ബോട്ടിങ് ഇങ്ങനെ പോകണം, ഇവിടെ എല്ലാവരും ഇങ്ങനെ വരുന്നുണ്ട് എന്നൊക്കെ. പക്ഷെ നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത്. കണ്ട ആ സൈഡിലൂടെയുള്ള വ്യൂ കണ്ട, എന്നാ ഭംഗിയായിരിക്കും. നോക്കിക്കേ. ഷൂസ് ഒട്ടും നനയാതിരിക്കാൻ വേണ്ടി ബോട്ടിൽ നിന്ന് ചാടിയതാണ്. ഷൂസ് ഒട്ടും നനഞ്ഞിട്ടില്ല. നമ്മൾ ബീച്ചിൽ ഇറങ്ങി കേട്ടോ. ബീച്ചിൽ 2 പേർക്ക് ഹോഴ്സിൻ്റെ പുറത്ത് കയറണമെന്ന്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഹോഴ്സ് റൈഡിങ് ചെയ്തിട്ടുണ്ട്. ഇതിന് എന്നെക്കാൾ ഹൈറ്റ് ഉണ്ടല്ലോ. ഇതിന്റെ പുറത്ത് എങ്ങനെ കേറും? അപ്പൊ നിനക്ക് കുതിര സവാരി അറിയാന്ന് പറഞ്ഞു. കുതിരക്ക് സവാരി അറിയാലോ, നമുക്കറിയില്ലെങ്കിലും. ദൈവമേ, നിന്റെ അടുത്തേക്ക് ഞങ്ങൾ ഇതാ കുതിരപ്പുറത്ത് ഏതായിരുന്നു ചേച്ചി? ഇല്ല, എനിക്ക് ഭയങ്കര ഇല്ല. ഞാൻ ഒരിക്കൽ കയറിയതാ. ഹൗ ഇസ് പൂവാർ?
അടിപൊളി അടിപൊളി. എക്സെപ്റ്റ് പ്രൈസ്, ബോട്ടിൻ്റെ പ്രൈസ് ഇച്ചിരി കൂടുതലാണ്. പക്ഷേ വൺസ് ഇൻ എ ലൈഫ് ടൈം നമ്മളതുകൊണ്ട് അത് കൊള്ളാം, അതുകൊണ്ട് കുഴപ്പമില്ല. ഭയങ്കര വെയിൽ ഗൈസ് അല്ലേ? വെയില ഭയങ്കര. നമ്മൾ വന്ന സമയം വെയില, അതുകൊണ്ട് ഇത് ഞങ്ങളുടെ വളരെ അടുത്താണ്. അത് കാണിച്ചിട്ട് അതാണ് അറബിക്കടൽ. ഞാൻ കേരളു കുറേ കടല്, കുറേ പിന്നെ ഞങ്ങൾ ഹോഴ്സ് റൈഡിങ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ബോട്ടിൽ ചുറ്റും നല്ല സ്പീഡിലാണ്. അങ്ങനെ നല്ല ബോട്ട് റൈഡിങ് എന്ന് പറയുന്നത് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ഇതിലാണ് ഞങ്ങൾ പോയത്, പുലരി ബാക്ക് വാട്ടർ, അവിടെയാണ് ഞങ്ങൾ പോയത്. ഗൈസ് നമ്മൾ പൂവാറിൻ്റെ ഏതോ വിജനമായ പ്രദേശങ്ങളിലൂടെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുകയാണ്. എങ്ങോട്ടാ പോകുന്നതെന്ന് പോലും ആർക്കും അറിയില്ല. അങ്ങനെ നടക്കുകയാണ്. ഞങ്ങൾ ഫുഡ് അന്വേഷിച്ച് നടക്കുകയാണ്. കുറച്ച് ചോറ് അന്വേഷിച്ച് നടക്കുകയാണ്. നമ്മൾ മൂന്നുപേരോടാണ് ഇറങ്ങിയേക്കുന്നത്, പപ്പയില്ല. നമുക്ക് വലിയൊരു അബദ്ധം പറ്റിപ്പോയി. നമ്മൾ ഫുഡ് എടുത്തില്ല. ഇത് ആക്ച്വലി ഫുഡ് ഒത്തിരി കഴിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. ബട്ട് വി വെർ നോട്ട് അവെയർ ഓഫ് ചോറ് വെക്കാം. നമ്മൾ ഹോട്ടലിൽ കയറി ചോറ് കഴിക്കുകയാണ്. അടിപൊളിയാണല്ലോ. സൂപ്പർ. മീനുണ്ട്, ചോറുണ്ട്. നല്ല തീരുമാനം ഊണ് വാങ്ങിച്ചത്. മികച്ച തീരുമാനം. Your transaction of rupees 2,500.00 has been ഇവിടെ ആ മമ്മി വിട് വിട്. ഇതാണ് നമ്മുടെ ഫുള്ളോടെ ചേച്ചിയുടെ കിട്ടിയത്. ഒന്ന് ചേച്ചി കറി ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. കറിയാ ജസ്റ്റ് നല്ല വൃത്തിയിൽ ഇൻട്രൊഡ്യൂസ്. ഇതെന്താ? ഇത് മരിച്ചിനി, കൊള്ളി, ചമ്മന്തി, ഇത് മത്തനും കായും ചെറുപയറും കൂടെ ഇട്ടുള്ളൊരു കറി, പച്ചടി, ബീൻസ്, ക്യാരറ്റ്, പരിപ്പ്, സാമ്പാർ, പപ്പടം, അച്ചാർ. ചേച്ചി കയ്യിൽ നെല്ലിക്കയും കൂടെ ഉള്ള നല്ല നെല്ലിക്ക. ഇതൊക്കെ കറികളല്ലേ? ഫ്രൈ കൊള്ളാം. ഫ്ലേവറൊക്കെ വെച്ച് കഴിച്ചു. നമ്മുടെ പ്ലേറ്റിൽ നിന്ന് എടുത്ത് ഇത് മീനിൻ്റെ മീനാണ്. ആണോ? വെറും ചമ്മന്തിയല്ല, മീൻ കൂടെ ചേരുന്നുണ്ട്. പപ്പടോ? പപ്പടം എന്താണ് മീനിൻ്റെ പപ്പടത്തിലേക്ക് മീനിൻ്റെ ഫ്ലേവർ കൂടിയാണ്. ഈ മീൻ കറി വെച്ച് സുഖം. ആണല്ലോ. അങ്ങനെ ഞങ്ങൾ ബോട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തി. ഒരാൾ ദേ സോഫയിൽ കിടക്കുന്നു, അടുത്ത ആൾ ചാരിയിരിക്കുന്നു, അടുത്ത ആൾ ദേ മുടിയൊക്കെ അഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. എല്ലാവരും തളർന്നുപോയി. ഇനി അവർക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്ന് ഉറങ്ങിയാൽ മതി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം ടാറ്റ, ഓക്കെ, ബൈ ബൈ.